ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ പോയിട്ടൊരു ചെറിയ ആവശ്യമുണ്ട്. രാവിലെ തന്നെ നല്ല ഉറക്കച്ചടപ്പിലാണ് ഞാൻ എണീറ്റ് പോകുന്നത്. ഞാൻ കെ എസ് ആർ ടി സിക്കാണ് പോകുന്നത്. ഞാൻ കൂടുതൽ ദൂരത്തേക്കോ അല്ല ഈവൻ എറണാകുളത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും ഞാൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയാണ്. ഇന്ന് നമ്മുടെ ഇലക്ഷന് റിസൾട്ട് വരുന്ന ദിവസമാണ്. ഞാൻ ഇന്ന് നാട്ടിൽ സ്വന്തം വീടിൻ്റെ സ്ഥലത്ത് തന്നെ ഉണ്ടാവണമെന്ന് നല്ലപോലെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനും വന്നു. കുഞ്ഞിനും ഞാനും ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേവിയും അച്ഛനും വന്നു. ദേവിനെ ഞങ്ങളുടെ കൂടെ ആക്കി അച്ഛൻ തിരിച്ചു പോയി. ഞങ്ങൾ ഓട്ടോ കയറാൻ പോയടുത്ത വ്യൂ ആണ് കേട്ടോ ഇത്, ഒരു ഒതൻറ്റിക് ആലപ്പുഴ വ്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇന്ന് ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു അദാലത്ത് ഉണ്ടായിരുന്നു. അഭിജിത്താണിത്. അഭിജിത്താണ് ഞങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്നുള്ള എല്ലാവരെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കാരണവും അഭിജിത്താണ്. അവൻ അവിടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പട ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എറണാകുളത്ത് നിന്ന് പോരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് ലേറ്റായിട്ടാണ് ഇവർ ഓടിപ്പടച്ച് വരുന്നത്. അങ്ങനെ ഒപ്പൊക്കെ ഇട്ട് നമ്മൾ കോർട്ടിലേക്ക് കയറി. അദാലത്ത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മീഡിയേഷൻ പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് വേറെ വേറെ കോർട്ടുകളിൽ ചെയ്യാം. ഞങ്ങളുടെ കോളേജിൽ തന്നെ കുറേ പേര് വേറെ വേറെ ഡിസ്ട്രിക്ട് കോർട്ടുകളിലാണ് ചെയ്യുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഞങ്ങൾ ചെയ്തത് ഫാമിലി കോർട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കുബാബയിൽ പോയി. ഈ നോമ്പായതുകൊണ്ട് ചിക്കനൊന്നും കഴിക്കാൻ പറ്റിയില്ല. അജ്മൽ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത ട്രിപ്പിന് എടുക്കാൻ പോയ ടൈമിൽ ഞങ്ങളൊരു ജാർക്കിക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ആലപ്പുഴ ബീച്ചിൽ ശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് തോന്നിയത്. ഇത്ര ഫേമസ് ആയിട്ടുള്ള ആലപ്പുഴ ബീച്ചിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കാല് നനയ്ക്കാതെങ്കിലും പോകുന്നത്. കാരണം എനിക്ക് കടൽ അത്ര ഇഷ്ടമാണ്. ഒരു 2 years ബാക്കുള്ള എൻ്റെ ഏത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കടലോ അല്ലെങ്കിൽ കടലിലെ മണ്ണോ ആയിരിക്കും. കാരണം ഞാൻ അത്ര അധികം കടൽ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് അവിടെ അടുത്ത് കുറേ ബീച്ചുള്ളതുകൊണ്ട് മിക്ക ദിവസവും കടലിൽ പോവുക, കാല് നനയ്ക്കുക, അവിടെ കുറേ നേരം ഇരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്രധാന വിനോദങ്ങൾ. ഇപ്പം ഒരു 2 years ആയിട്ട് ഞാൻ കടൽ കാണാൻ പോകാറില്ല. കാരണം ഞാൻ എറണാകുളത്തായതാണ് ഒരു റീസൺ. പിന്നെ കുറേ പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ കടൽ എന്തോ കാരണവശാൽ വെറുത്തു പോയി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒന്ന് കടൽ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ അത്ര അർമാദിച്ചാണ് ഇന്ന് കടലിൽ കളിച്ച് തിരിച്ചു പോകുന്നത്. അവരാരും കാല് പോലും നനച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുഖത്ത് മുഴുവൻ മണ്ണാക്കിയിട്ടാണ് തിരിച്ചു കയറിയത്. അപ്പം ഞങ്ങൾ തിരിച്ചു കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കണ്ണൂർ എക്സ്പ്രസ്സിനാണ് തിരിച്ചു പോരുന്നത്. അത് ആലപ്പുഴയിൽ നിന്ന് എടുത്ത് കണ്ണൂർ വരെയുള്ള ട്രെയിനാണ്. അപ്പം എനിക്ക് വീട്ടിലും ഇറങ്ങാം, ഇവർക്ക് സൗത്തിലും ഇറങ്ങാം. അങ്ങനെയാണ് നമ്മളതിന് പോരുന്നത്. അജ്മൽ നമുക്ക് ബാഗൊക്കെ പറഞ്ഞ് പോരാന്നെന്നെങ്കിലും പിന്നെ അവൻ തിരിച്ചു കയറി വന്നു. അനുവിൻ്റെ ആദ്യത്തെ ട്രെയിനാണ് ആക്ച്വലി. അപ്പോൾ അവനിങ്ങനെ ട്രെയിനിൽ നടന്ന് ട്രെയിനൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വ്യക്തമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഗിയിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 ആളാണ് ഈ ബോഗിയിൽ ഫുൾ സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അജ്മൽ ഞങ്ങൾക്ക് ബായൊക്കെ പറഞ്ഞ് അവൻ പോവാണ്. കാരണം അവൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. ഇനി തിങ്കളാഴ്ച ക്ലാസ് തുറക്കുമ്പോഴേ അവൻ അങ്ങോട്ട് വരുവുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ ബായൊക്കെ പറഞ്ഞ് പോയി. തുറവൂരെത്തിയപ്പം നമ്മുടെ കോളേജിൽ തന്നെയുള്ള ജൂനിയറാണ് ആദില. അവളും വന്ന് നമ്മളെ കണ്ടുപോയി. ഈ പാട്ട് എന്താണെന്നറിയില്ല കേട്ടോ, എനിക്കും അഷ്ണയ്ക്കും ഭയങ്കര വൈബിങ് ആവാനുള്ളൊരു പാട്ടാണിത്. അങ്ങനെ നമുക്കിഷ്ടം പോലെ വിൻഡോ സൈഡുള്ളതുകൊണ്ട് ഇരുന്ന് എല്ലാ മനോഹരമായ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അങ്ങനെ ട്രെയിനിൻ്റെ സൈഡിൽ പോയി നിന്ന് വ്യൂ കാണുന്ന അത്രയും ധൈര്യമുള്ളൊരു കുട്ടിയല്ല. ധൈര്യത്തിന് മാത്രമല്ല, എനിക്കങ്ങനെ റിസ്ക് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം ഞാനും ഇവനും കൂടെ പോയിട്ടാണ് കാണുന്നത്. അവനാണെങ്കിൽ ട്രെയിനിൽ ആദ്യം, ഞാനാണെങ്കിൽ അതിലും വലിയ പേടിത്തൊണ്ടി. ഞാൻ കൈയൊക്കെ ബാക്കിൽ പിടിച്ച് വലിയ എന്തോ കാര്യത്തിൽ നിൽക്കുന്ന പോലെയാണ്. മേ ബി കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിരിക്കാം, പക്ഷെ ഞാൻ നല്ല പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ എറണാകുളം എത്താനായപ്പോഴത്തേക്കും ആഷ്നയുടെ വീട്, കൂട്ടുകാരുടെ വീട് എല്ലാം വിളിച്ചിരുത്തി കാണിച്ചു കൊടുക്കാം. ഇനി ഇവരങ്ങോട്ട് പോവുക, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ വേറെ വീഡിയോ ഒന്നുമില്ല. ബൈ ബൈ.